കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിലും ഉത്തരവാദിത്വ ബോധമുള്ള ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്നതിലും അതിലൂടെ സമൂഹത്തിന്റെ പുരോഗതിയിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഇടങ്ങളാണ് സ്കൂളുകൾ. സ്കൂളിൽ അച്ചടക്കം, ശുചിത്വം എന്നിവ പഠന പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. സ്കൂളിലെ അച്ചടക്കം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ നമുക്ക് നോക്കാം. രാവിലെ 9:15 ഫസ്റ്റ് ബെൽ അടിക്കും മുമ്പ് എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തണം. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മോർണിംഗ് ക്ലാസ് ഉള്ളതിനാൽ രാവിലെ 9 മണിക്ക് മുമ്പായി സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. വൈകി വരുന്ന കുട്ടികൾ ഹെഡ്മാസ്റ്ററെ കണ്ടതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ഫസ്റ്റ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിന് പുറത്തിറങ്ങാൻ പാടില്ല. രാവിലെ 9:15 മുതൽ 9:30 വരെ സ്റ്റഡി ടൈമാണ്. ഈ സമയത്ത് കുട്ടികൾ അവരവരുടെ സീറ്റിൽ ഇരുന്ന് പഠിക്കണം. 8, 9, 10 ബ്ലോക്കുകളിലെ കുട്ടികൾ മറ്റു ബ്ലോക്കുകളിലേക്ക് അധ്യാപകരുടെ അനുവാദം കൂടാതെ പോകാൻ പാടില്ല. എല്ലാ കുട്ടികളും സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ID കാർഡും ആൺകുട്ടികൾ ബെൽറ്റും നിർബന്ധമായി ധരിക്കണം. ഇന്റർവെൽ കഴിഞ്ഞ് ബെല്ലടിച്ച ഉടനെ തന്നെ എല്ലാ കുട്ടികളും അവരവരുടെ ക്ലാസ്സിൽ എത്തിച്ചേരേണ്ടതാണ്. ഉച്ചഭക്ഷണത്തിനായുള്ള ഇന്റർവെല്ലിന് ശേഷം 1:15 മുതൽ 1:30 വരെ സ്റ്റഡി ടൈമാണ്. ഈ സമയങ്ങളിൽ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കയറുകയും അവരവരുടെ സീറ്റിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും കുട്ടികൾ മറ്റു ക്ലാസ്സുകളിൽ കയറാൻ പാടില്ല. ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടികൾ അവരവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് മാറിയിരിക്കുവാനോ ഡെസ്കിന് മുകളിൽ കയറിയിരിക്കുവാനോ പാടില്ല. ക്ലാസ് സമയത്ത് എല്ലാ കുട്ടികളും തികച്ചും അച്ചടക്കം പാലിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് എന്നിവയും പേന, പെൻസിൽ തുടങ്ങിയ പഠന പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ വസ്തുക്കളും നിർബന്ധമായും കൊണ്ടുവരണം. ഇന്റർവെൽ സമയങ്ങളിൽ മാത്രമേ കുട്ടികൾ കുടിവെള്ളത്തിനായി പ്യൂരിഫയർ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റുള്ള സമയങ്ങളിൽ വെള്ളം കുടിക്കേണ്ടി വരുന്നവർ കുടിവെള്ളം വാട്ടർ ബോട്ടിലിൽ കൊണ്ടുവരികയും ഇന്റർവെൽ സമയങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുകയും വേണം. വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നിക്ഷേപിക്കാനോ പാടില്ല. PT പീരീഡ് കളിക്കുന്ന കുട്ടികൾ പീരീഡ് അവസാനിക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് കളി നിർത്തി അടുത്ത പീരീഡ് ആരംഭിക്കാനുള്ള ബെല്ലിന് മുമ്പായി ക്ലാസ്സിൽ എത്തിച്ചേരണം. PT പീരീഡ് കുട്ടികൾ ക്യാൻറ്റീനിൽ പോകാൻ പാടില്ല. അസംബ്ലിക്ക് വരുമ്പോഴും അസംബ്ലിയിൽ നിൽക്കുമ്പോഴും ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുമ്പോഴും അച്ചടക്കം പാലിക്കണം. സ്കൂളിലെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തുല്യരാണ്. സീനിയർ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. ഒരു കുട്ടി മറ്റൊരാളെ ശാരീരികമായി ഉപദ്രവിക്കാനോ പരിക്കേൽപ്പിക്കാനോ പാടില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് റാഗിങ്ങിന്റെ പരിധിയിൽ വരികയും പോലീസ് നടപടി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും കുട്ടിക്ക് മറ്റു കുട്ടികളിൽ നിന്ന് ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത്തരം പ്രശ്നങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത്തരം പ്രശ്നങ്ങൾ സ്വയം പരിഹരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രശ്നത്തിൽപ്പെട്ട എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളായിരിക്കും. എല്ലാ കുട്ടികളും ക്ലാസ്സിന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ ലൈറ്റ്, ഫാൻ എന്നിവ ഓഫ് ചെയ്യണം. തുടർച്ചയായ അച്ചടക്ക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ വിവരം PTയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. സ്കൂളിൽ ഒരു കാരണവശാലും മിഠായി, ബബിൾ ഗം, പ്ലാസ്റ്റിക് കവറിലുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ കൊണ്ടുവരാൻ പാടില്ല. ക്ലാസ്സിലെ വേസ്റ്റ്, പേപ്പർ, പ്ലാസ്റ്റിക്, മറ്റുള്ളവ എന്നിങ്ങനെ 3ആയി തരംതിരിച്ച് ശേഖരിക്കണം. ഓരോ കുട്ടിയും ഇരിക്കുന്ന സ്ഥലവും പരിസരവും വൃത്തിയാക്കേണ്ടത് അവരവരുടെ കടമയാണ്. നമ്മുടെ സ്കൂൾ വരും തലമുറക്കും പഠിക്കാനുള്ള ഇടമാണ്. അതിനാൽ സ്കൂളിലെ ഒരു വസ്തുവിലും ഒരു തരത്തിലുള്ള കേടുപാടും വരുത്താൻ പാടില്ല. ഡിയർ ഫ്രണ്ട്സ്, സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ അച്ചടക്കവും ശുചിത്വവും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.